ഇന്ന് നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മിക്സ് വെജിറ്റബിൾ ഫ്രൈ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് കോളിഫ്ലവർ, ബ്രോക്കോളി, പൊട്ടറ്റോ എല്ലാം വേണം. മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. അതിനു വേണ്ടി നമുക്ക് കുറച്ച് സവാള കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് നമ്മൾ അതിലേക്ക് സവാള മുറിച്ചത് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അതിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാൻ സവാള എളുപ്പം വാടിക്കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് സവാള വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള അവിടെ നിന്ന് ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഉരുളക്കിഴങ്ങ് തൊലി പീൽ ചെയ്തെടുക്കാം. ഞാൻ 2 പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം പീൽ ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് എടുത്ത് വയ്ക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. സവാളയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയ ശേഷം പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാം. നമ്മളിത് പിരിയമുളക് പൊടിച്ചെടുത്തതാണ്. അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് കാശ്മീരി മുളക് തന്നെ ഇട്ടാലാണ് ഇതിനൊരു കളറും ടേസ്റ്റും കൂടുക കേട്ടോ. പിന്നെ കോളിഫ്ലവർ, പൊട്ടറ്റോ എല്ലാം കൂടി കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു. അതെടുത്ത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത ശേഷം നമ്മൾ കടായിലേക്ക് ഇട്ടു. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക, മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി. എല്ലാം കൂടി ഇളക്കി ഒന്ന് മസാലയൊക്കെ ഒന്ന് മിക്സായ ശേഷം നമുക്കതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. പിന്നെ അത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് മൂടി തുറന്ന് നമ്മൾ ഇളക്കാം. അങ്ങനെയാണിത് വേവിക്കേണ്ടത്. പൊട്ടറ്റോ ആദ്യം ഇട്ട ശേഷം കോളിഫ്ലവർ പിന്നെ ഇട്ടാലും മതി. ഇതിന് രണ്ടിനും ഒരേ വേവാണ്, ഇവിടുത്തെ പൊട്ടറ്റോവിനും കോളിഫ്ലവറിനും. അങ്ങനെ ഇടയ്ക്ക് മൂടി വെച്ചു. അങ്ങനെ തുറന്ന് അങ്ങനെ വേവിച്ചെടുത്തു. എല്ലാം വെന്ത ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ബ്രോക്കോളിയും കൂടി ഇടണം. എന്നാലാണ് വെജിറ്റബിൾ ഫ്രൈ റെഡിയാവുന്നത്. ബ്രോക്കോളി കഴുകി ക്ലീൻ ചെയ്ത് അതിനകത്തിട്ടു. അതിന് വീഡിയോ മിസ്സായി. ഇനി പിന്നെ നമുക്ക് ഇടേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ബ്രോക്കോളിയും പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അധിക സമയം മൂടി വെച്ച് വേവിക്കേണ്ട, ഒന്ന് ഇളക്കി എടുത്താൽ മതി. ബ്രോക്കോളി വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പച്ചക്കളർ മാറാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിലാണ് ഇത് ടേസ്റ്റി ആയിട്ട് വരുന്നത്. ഇത് വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ, എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അങ്ങനെ ഇന്നത്തെ റെസിപ്പിയായ മിക്സ് വെജിറ്റബിൾ ഫ്രൈ റെഡിയായി. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റുള്ള ഒരു വിഭവം തന്നെയാണിത്. ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ മിനീസ് അടുക്കള ഇതുവരെ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലും ഓളും അടിക്കാൻ മറക്കല്ലേ. ഇനിയും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം. ബൈ. വീണ്ടും കാണാം.